മാന്യ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാൻസറിന്റെ പ്രിവെൻഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യുക. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാട് കൊച്ചിയിലെ സീനിയർ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഇൻ പെയിൻലെസ് എൻഡോസ്കോപ്പി, അതുപോലെ ഡോക്ടർ രാജീവ് ജയദേവനാണ്. നമസ്കാരം സാർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഈ ക്യാൻസർ രോഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ക്യാൻസർ രോഗം വരുമോ എന്ന് പേടിയാണ്. പലപ്പോഴും കേരള അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ക്യാൻസർ രോഗം പിടിപെട്ടതിന് ശേഷം മാത്രം ക്യാൻസർ രോഗത്തിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും പതിവ്. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ടാവും. അവർക്ക് ക്യാൻസർ ഇല്ലാത്തവർ ഒരുപക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് ഈ പ്രോഗ്രാമിനെ കണക്കാക്കുകയും ഒരിക്കൽ ക്യാൻസർ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ക്യാൻസർ രോഗത്തിന്റെ വിപത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് വളരെയേറെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സാർ, ഈ ക്യാൻസർ രോഗം എന്താണ്? ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ അർബുദം എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശങ്ങളുടെ അൺകൺട്രോൾഡ് ഡിവിഷൻ, ക്രമാതീതമായിട്ടുള്ള വിഭജനം കൊണ്ടുണ്ടാകുന്ന മുഴകളാണ് ക്യാൻസർ എന്ന് പൊതുവെ നമ്മൾ വിശേഷിപ്പിക്കാറ്. ശരീരത്തിൽ ചില നിയമങ്ങളുണ്ട്. അതായത് കോശങ്ങൾ ഏത് സ്പീഡിൽ എത്ര തവണ വിഭജിക്കണം, എങ്ങനെയെല്ലാം ചെയ്യാം, അതിന്റെ സ്പീഡ് എന്താണ്, ഇതെല്ലാം അതിന് എത്രത്തോളം പോഷക ആഹാരം ആവശ്യമുണ്ട്, എത്രത്തോളം ശരീരത്തിൽ നിന്നും അതിന് ആഗിരണം ചെയ്യാം, ഇതിനെല്ലാം ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കാതെ ക്രമാതീതമായി അധികം വേഗതയിൽ ചെയ്യുന്ന ഈ സെൽ ഡിവിഷൻ, കോശങ്ങളുടെ വിഭജനത്തിനാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര സ്പീഡിലും ക്രമം തെറ്റിയുമുള്ള വിഭജനം കൊണ്ട് ശരീരത്തിൽ ഉള്ള പോഷക മൂല്യം ഇവ വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ അത് പല ഭാഗങ്ങളിലേക്ക് പിന്നീട് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അതുകൊണ്ട് പലതരത്തിലുള്ള വേദനയും ലക്ഷണങ്ങളും ഉണ്ടാവുകയും ചെയ്യണം. ഇതാണ് ശരിക്കും ക്യാൻസർ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. അതെ. അപ്പോൾ ഈ ക്യാൻസർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെല്ലുകളുടെ കൺട്രോൾ ഇല്ലാത്ത രീതിയിലുള്ള വിഭജനം, സാധാരണ നോർമൽ ബോഡിയിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വിഭജനം എന്നാണ് സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ സാധ്യമാകും? അത് നമ്മൾ ശരീരത്തിന്റെ എല്ലാ ഭാഗവും വളർന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ അഡൽട്ട് ആയി വരുവാനും തന്നെ സ്കിന്നൊക്കെ നമുക്ക് ഒരു പുതിയ സ്കിൻ വരുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലവും ഒരു പക്ഷേ വളരുന്നുണ്ടാവും അല്ലെങ്കിൽ വിഭജിക്കുന്നുണ്ടാവും. നമുക്കത് തിരിച്ചറിയാൻ സാധ്യമാകും? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഒരു പരിമിതമായിട്ടുള്ള ആയുസ്സാണുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ രക്തകോശങ്ങൾക്ക്, ചുവന്ന രക്തകോശങ്ങൾക്ക്, റെഡ് സെൽസിന് 120 ദിവസമാണ് അതിൻ്റെ ആയുസ്. അപ്പോൾ ഈ ഇത്രയും ദിവസം കഴിയുന്നതിന് മുമ്പ്, അത് നശിച്ചു പോകുന്നതിന് മുമ്പ് അത് മറ്റൊരു സെല്ലായി ഡിവൈഡ് ചെയ്ത് അതിന്റെ ടോട്ടൽ മൊത്തത്തിലുള്ള എണ്ണം തെറ്റാതെ വേണം ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിച്ചു പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോശങ്ങൾ വിഭജിക്കുന്നത്. കാരണം ഒരു കോശം ശാശ്വതമായിട്ട് ജീവിക്കുകയില്ല. അപ്പോൾ കോശം മരിച്ചു പോകുന്നതിന് മുമ്പ് മറ്റൊരു കോശത്തെ ഉണ്ടാക്കിയിട്ടേ ഇത് ശരീരം വിടുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ സന്തുലിതാവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പല സാഹചര്യങ്ങളിലും ഇങ്ങനെയുള്ള മുഴകൾ കാരണം ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഞാൻ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ്. എൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ വയറും അന്നനാളവും കുടലും മറ്റുമൊക്കെയാണ്. ഈ ഭാഗങ്ങളിൽ വരുന്ന പല ക്യാൻസറുകൾക്കും ലക്ഷണങ്ങൾ പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ വളരെ കുറവാണ്. ഉദാഹരണത്തിന് ആമാശയത്തിലുണ്ടാകുന്ന ക്യാൻസറിന്റെ ലക്ഷണം പൊതുവെ വിശപ്പില്ലായ്മയാണ്. എന്നാൽ വിശപ്പില്ലായ്മ ഉള്ള എല്ലാവർക്കും ആമാശയത്തിലെ ക്യാൻസർ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ആമാശയ ക്യാൻസറുള്ള എല്ലാവർക്കും വിശപ്പില്ലായ്മ ഉണ്ടാകുന്നതുമില്ല. അതുകൊണ്ട് ലക്ഷണം ഒരു റിലയബിൾ ആയിട്ടുള്ള സിംറ്റം അല്ല, അത് നമുക്ക് വിശ്വസിക്കത്തതായിട്ടുള്ള ഒരു ലക്ഷണമല്ല ഈ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ വയറുവേദനകളൊക്കെ. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ, അതിന് അപായകരമായിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങൾ നമ്മുടെ പരിസ്ഥിതിയിലുണ്ടോ, ഇതെല്ലാം നമ്മളൊന്ന് അന്വേഷിക്കുകയും അതുപോലെ തന്നെ ശരീരം ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറെ ചോദ്യങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ വിദഗ്ധമായിട്ടുള്ള പരിശോധന നടത്തുകയും ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രതിരോധ പരിശോധനകൾ ഇന്ന് ലഭ്യമാണ്. അതേപ്പറ്റി നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് അല്പശേഷം സംസാരിക്കാം. ഇതൊക്കെയാണ് ക്യാൻസറിനെ പറ്റിയുള്ള പുതിയ വിവരങ്ങൾ. നമ്മുടെ ഗ്രാൻഡ് പേരൻസിനൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്, പണ്ട് നാളിലൊന്നും ഇതുപോലുള്ള ക്യാൻസർ പോലുള്ള രോഗം, ഇതുപോലുള്ള വലിയ മാരക രോഗം ഇത്രയധികം ഇല്ലായിരുന്നു എന്ന് അവർ പറഞ്ഞ് നമുക്ക് കേൾക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും സത്യമാണ്? ഇന്നിപ്പോൾ ക്യാൻസർ കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് സാറിനുള്ളത്? ഇതിനെ രണ്ട് വിധത്തിൽ നമുക്ക് സമീപിക്കാം. ഒന്ന്,
നമ്മുടെ ആയുസ് നീണ്ട് വരുന്ന ഒരവസ്ഥയാണ്. പണ്ട് ഒരു 50 വർഷം മുമ്പ് 50-55 ആയിരുന്ന ആയുസ് ഇപ്പോൾ 74-73 എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായും ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുമ്പോൾ പുതിയ പുതിയ അസുഖങ്ങൾ കണ്ടുപിടിച്ചു വരും. അപ്പോ 48 വയസ്സിൽ മരിച്ച ഒരു വ്യക്തി, ഒരു പക്ഷെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ഒരു വ്യക്തിക്ക് ക്യാൻസർ വരാനിരുന്നത് ചിലപ്പോൾ 10 വർഷത്തിന് ശേഷമായിരിക്കാം. അപ്പൊ ആ ഒരു ചുറ്റുപാടിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഗ്രാൻഡ് പേരൻസ് പറഞ്ഞ് ശരിയായിരിക്കാം. കാരണം അവരുടെ കാലത്ത് ആൾക്കാർ 40-കളിലോ 50-കളിലോ മരിക്കുന്നത് ക്യാൻസർ കൊണ്ടാകണം എന്നില്ല. പിന്നെ വിദഗ്ധ പരിശോധനകളുടെ അഭാവം. പണ്ടത്തെ കാലത്ത് സ്കാനുകൾ, എൻഡോസ്കോപ്പി, എക്സ്റേ, ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പൊ ഇതൊന്നും ഇല്ലാതെ കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തുവാനും അവർക്കുള്ള ആ സമയത്ത് അതിനുള്ള കഴിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാതെ പോയ പല അസുഖങ്ങളും പണ്ട് കണ്ടുപിടിക്കപ്പെടാതെ പോയിട്ടുണ്ട്. ഓക്കെ സാർ, അതിലേക്ക് പോവാം. നമുക്കൊരു കോൾ ഉണ്ട്. നമസ്കാരം. ഹലോ, ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ? ഓക്കെ, ഡോക്ടർ നമ്മോട് പരിശോധിച്ചോളൂ മാഡം. പറഞ്ഞോളൂ മാഡം. അപ്പൊ എനിക്ക് 1.5 വർഷമായി ഓപ്പറേഷൻ കഴിഞ്ഞ് യൂട്രസ്, ഓവറി എല്ലാം കളഞ്ഞു. അപ്പൊ ഈ ഫിറ്റിന്റെ ഇടത് വശത്ത് ഇങ്ങനെ വേദന വരാറുണ്ട്. അപ്പം 6 മാസം കൂടുമ്പം ചെക്കപ്പിന് പോകുന്നുണ്ട്. കാരക്കാലിലാണ് ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ കണ്ടുപിടിക്കാൻ പറ്റി. അവിടെ നിന്ന് എന്തെങ്കിലും ചലമോ അതുപോലെ എന്തെങ്കിലും നീരോ വല്ലതും വരുന്നുണ്ടോ? പാരമെടുക്കുമ്പോഴാണ് കൂടുതലും. അതെ, അവിടെ മുഴ വല്ലതും തോന്നുന്നുണ്ടോ ആ ഭാഗത്ത് തടഞ്ഞു നോക്കുമ്പോ? മുഴയൊന്നും തോന്നുന്നില്ല. ഇല്ല, മുഴയൊന്നും തോന്നുന്നില്ല. അപ്പൊ കേവലം ആ ഒരു ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തുള്ള വേദനയാണ് താങ്കളുടെ പ്രശ്നം അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വേദന. മാഡം ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കാം. പറഞ്ഞോളൂ മാഡം. ഈ അപ്പൊ അവര് പറഞ്ഞ ചിലപ്പോ ഹെർണിയാർ ഇതുകൊണ്ടെങ്കിൽ വെയിറ്റ് എടുക്കുന്നോണ്ട് ഇങ്ങനെ വരുമെന്നാ പറയുന്നത്. അതെ, ഹെർണിയ ഉള്ളവർക്ക് സാധാരണഗതിയിൽ വെയിറ്റ് എടുക്കുമ്പോൾ വേദന ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ആ ഭാഗത്ത് അല്പം ഒരു മുഴയും ഉണ്ടാകാറുണ്ട്. ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം ഉയർത്തുമ്പോഴോ ആ ഭാഗത്ത് മുഴ ഉണ്ടാകുന്നതിനാണ് പൊതുവെ ഹെർണിയ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ഹെർണിയയും മുഴ ഉണ്ടാകണമെന്നില്ല. വേദന മാത്രം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെർണിയ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു ഡോക്ടർക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ ഇതിന്റെ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഹെർണിയ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത്, പ്രത്യേകിച്ചും ലാപ്പറോസ്കോപ്പി അല്ലെങ്കിൽ ഓപ്പൺ സർജറി ആണെങ്കിൽ, അതായത് മുറിപ്പാടുള്ള സർജറി ആണെങ്കിൽ ഹെർണിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ മാഡം, മാഡത്തിന്റെ സംശയം മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് നന്ദി സാർ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്യാൻസർ പണ്ട് നാളില് കുറവായിരുന്നു, അല്ലെങ്കിൽ അതിനെ കുറിച്ചായിരുന്നു. അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം ഒരുപക്ഷെ അതിന്റെ കുറവായിട്ട് അവർ വ്യാഖ്യാനിച്ചത്. സാർ, അതുപോലെ തന്നെ ക്യാൻസർ രോഗത്തെ കുറിച്ച് ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ക്യാൻസർ രോഗം അല്ലെങ്കിൽ ഇന്ത്യൻ ജനത അല്ലെങ്കിൽ കേരള ജനത ക്യാൻസർ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സിഗരറ്റ് വലിയോ അല്ലെങ്കിൽ പുകവലിക്കുന്നവരോ അല്ലെങ്കിൽ മദ്യപിക്കുന്നവരോ ആരും ഒരു ക്യാൻസറിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല. അവരൊരിക്കലും ഒരു ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പല ആൾക്കാരും ചിന്തിക്കാറ്. എല്ലാ സ്ഥലത്തും സാർ ഒരു പുറം നാളിലൊക്കെ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെയും ഇതുപോലെ തന്നെയാണോ സ്ഥിതി? അത് ക്യാൻസറിന്റെ ഡിറ്റക്ഷന് ശേഷം, ക്യാൻസർ കണ്ടുപിടിച്ചതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ ഫലപ്രദം ക്യാൻസർ വരാതെ നോക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിൽ 10 വർഷവും ഇംഗ്ലണ്ടിൽ 3 വർഷവും ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റു വികസിത രാജ്യങ്ങളിലുമുള്ള ഇപ്പോഴത്തെ ട്രെൻഡ്, പ്രവണത ക്യാൻസർ വരാതെ എങ്ങനെ നോക്കാമെന്നുള്ളതാണ്. അതായത് ക്യാൻസർ വരാതെയുള്ള പരിശോധനകൾ ചില പ്രത്യേക പ്രായത്തിന്റെ ആ ഒരു പരിഗണനയിൽ 40 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേക തരത്തിലുള്ള പരിശോധനകൾ നല്ല ആരോഗ്യമുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പരിശോധനകളും ശരീരത്തിന് യാതൊരു ദോഷവും കൂടാതെ വേദനയും വിമിഷ്ടവും ഒന്നും കൂടാതെ ചെയ്യാനുള്ള കഴിവ് ഇന്ന് ഇന്ത്യക്ക് ഉണ്ട്. ആ ഒരു പ്രവണത നാട്ടിലായി വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും നഗരങ്ങളിൽ മാത്രമേ ഇത് ലഭ്യമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിന്റെ ഒരു പ്രശ്നം ആയിട്ട് ഞാൻ കാണുന്നത് കൾച്ചറലായിട്ട് നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ചുറ്റുപാട് നോക്കുമ്പോൾ അസുഖം വന്നാൽ ചികിത്സിച്ചാൽ പോരെ എന്നുള്ള ഒരു നിലപാട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട്. അത് ആരോഗ്യകരമല്ല. കാരണം അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസർ തന്നെ തടുക്കാവുന്ന ക്യാൻസർ ഉണ്ട്, തടുക്കാൻ പറ്റാത്ത ക്യാൻസർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് തടുക്കാൻ പറ്റുകയില്ല. വന്നു കഴിഞ്ഞാൽ അത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലും നമുക്കത് തടുക്കാൻ പറ്റുകയില്ല.
പക്ഷേ കുടൽ ക്യാൻസറും ആമാശയത്തിലെ ക്യാൻസറും അന്നനാളത്തിലെ ക്യാൻസറും അതുപോലെയല്ല. അതിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടുക്കാൻ സാധിക്കും. അപ്പോൾ തടുക്കാൻ പറ്റാവുന്ന സാധാരണ കാണപ്പെടുന്ന ക്യാൻസറുകളെ നമ്മൾ പ്രത്യേക പരിഗണന കൊടുത്ത് അവയ്ക്ക് മുൻകൂട്ടി പരിശോധനകൾ ചെയ്തു കഴിഞ്ഞാൽ പിൽക്കാലത്ത് വരാനുള്ള സാധ്യത നമുക്ക് നന്നായി കുറയ്ക്കാൻ സാധിക്കും. അതെ, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇതുപോലെ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാൻസർ മുൻകൂട്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള സൗകര്യങ്ങൾ ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണോ? തീർച്ചയായും. കേരളത്തിൽ ഇപ്പോൾ ആരോഗ്യ മേഖല വളരെ പുരോഗമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. നൂതനമായിട്ടുള്ള നവീനമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളും മറ്റ് ഉപകരണങ്ങളും ഇന്ന് ലഭ്യമാണ്. സാധാരണക്കാരന് എത്തിപ്പെടാവുന്ന രീതിയിലുള്ള മിതമായ നിരക്കിൽ തന്നെയാണ് ഈ പരിശോധനകൾ നാട്ടിൽ ഇപ്പോൾ നടന്നു വരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തതിനേക്കാളും വളരെ വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇവിടെ പരിശോധനകൾ നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ പരിശോധനകളുടെ ആ സേഫ്റ്റി, അതിന്റെ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളതിനെ പറ്റി നമ്മൾ വളരെ ഉയർന്ന നിലവാരം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ചികിത്സാ സൗകര്യവും മറ്റും നാട്ടിൽ ലഭ്യമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. സാധാരണ നമ്മുടെ ഭക്ഷണ രീതി കേരളത്തിൽ പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ ആൾക്കാർ ഒരുപാട് കൂടുതലാണ്. നോൺ വെജിറ്റേറിയൻ പ്രത്യേകിച്ച് ബീഫ്, പിന്നെ മാട്ടിറച്ചി, നോൺ വെജിറ്റേറിയൻ റെഡ് മീറ്റ്സിൽ ഉൾപ്പെടുത്തുന്ന ഇറച്ചികൾ ഒരുപാട് ഉപയോഗിക്കുന്നവർ നമുക്കറിയാം, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും ഒരു പക്ഷേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഇറച്ചിയുടെ ഉപയോഗവും ക്യാൻസറുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ? തീർച്ചയായും. കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു ക്യാൻസറാണ് ബവൽ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിലുണ്ടാകുന്ന ക്യാൻസർ. വൻകുടലിലെ ക്യാൻസർ പ്രധാനമായിട്ടും ഒരു പാശ്ചാത്യ രാജ്യത്തെ അസുഖമായിട്ടാണ് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് അത്രത്തോളം നാട്ടിൽ കണ്ടുവരുന്നില്ല എന്നൊരു തോന്നൽ അന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്ന് ഈ രോഗം കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളും നമുക്ക് ഇല്ലായിരുന്നു. വൻകുടൽ ക്യാൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ കോളൻ ക്യാൻസർ എന്ന് ഇംഗ്ലീഷിൽ പറയും. കോളൻ ക്യാൻസറും റെഡ് മീറ്റും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. റെഡ് മീറ്റ്, അതായത് മാട്ടിറച്ചി അല്ലെങ്കിൽ ആട്ടിറച്ചി കഴിക്കുന്നവരിലാണ് കോളൻ ക്യാൻസർ കൂടുതൽ കണ്ടുവരുന്നത്. അത് മാത്രമല്ല, കൊഴുപ്പ് അമിതമായിട്ട് ഉപയോഗിക്കുന്നവർ, എണ്ണയിൽ വറുത്ത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഓയിൽ കൂടുതലായിട്ട് നമ്മളുടെ പാചകത്തിൽ ഉപയോഗിക്കുന്നവരിലും ഈ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്രേക്ഷകർ പക്ഷേ ഒരു ക്യാൻസർ രോഗം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ആ ഒരു വില്ലിംഗ് ആയിട്ട് ക്യാൻസർ എനിക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിശോധന വേണ്ടി വരുന്നവർ എന്താണ് ചെയ്യുക? പരിശോധന എന്ന് പറഞ്ഞാൽ ക്യാൻസർ വരാതിരിക്കാനുള്ള പരിശോധനകൾ. അതിൽ എൻ്റെ സെക്ഷൻ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ പാശ്ചാത്യ അമേരിക്കയിലെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, അമേരിക്കയിലാണെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് നമ്മൾ നിർബന്ധമായിട്ടും ഒരു കൊളോണോസ്കോപ്പി, അതായത് വൻകുടലിന്റെ പരിശോധന നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത് അമേരിക്കൻസിന്റെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രവണതയാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 50 വയസ്സാവുമ്പോൾ തന്നെ അവർ വന്ന് ഈ പരിശോധനയ്ക്ക് വിധേയരാകാറുണ്ട്. അപ്പോൾ ഈ പരിശോധന വഴി കണ്ടുപിടിക്കുന്നത് ഈ വൻകുടലിലെ ക്യാൻസറിന്റെ വളരെ പ്രാരംഭ ഘട്ടത്തിലുള്ള ചെറിയ കുരുക്കൾ, പോളിപ്സ് എന്ന് അവയെ വിളിക്കും. POLYPS, പോളിപ്സ് എന്ന് അവയെ വിളിക്കും. ആ പോളിപ്സ് ക്യാൻസർ അല്ലെങ്കിലും പിൽക്കാലത്ത് ക്യാൻസർ ആകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളൊന്നും പ്രത്യക്ഷപ്പെടാത്ത രീതിയിലുള്ള മുഴകളാണ്. ഈ മുഴകൾ കൊളോണോസ്കോപ്പി വഴി കണ്ടുപിടിച്ച് നീക്കം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പിൽക്കാലത്ത് ക്യാൻസർ വരാനുള്ള സാധ്യത നന്നായി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കുറച്ച് നാളായോ? ഇപ്പൊ എത്ര വയസ്സായി? 21 വയസ്സായി അല്ലേ? ഓക്കെ. പനിയും മറ്റും ഉണ്ടോ? പനിയൊന്നും, പിന്നെ ഈ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ തീർത്ത് വരുന്നുണ്ട്. ഓക്കെ. ഉണ്ട്. അത് ശരി. അപ്പൊ കേട്ടിടത്തോളം ഇത് ഒരു ആസിഡിറ്റിയുടെ ലക്ഷണമായിട്ടാണ് കാണുന്നത്. ദഹനക്കുറവുണ്ട്, വയറ്റിൽ പാർഷ്യലി ഡൈജസ്റ്റ്, ഭാഗികമായിട്ട് ദഹനപ്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ മുകളിലേക്ക് തികച്ചു വരുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിക്കും. ജീവിതശൈലിയിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ചില മരുന്നുകളും ഇത് ലഭ്യമാണ്. ആരോഗ്യത്തക്ക സിംറ്റംസ് അല്ല ഇപ്പൊ പറഞ്ഞു കേട്ടത്. പിന്നെ ഈ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് ഈ വലതുസൈഡ് നെഞ്ചിന്റെ ഭാഗത്തായിട്ട് ചെയ്തിട്ട് വേദനയുണ്ട്. അതെ, അന്നനാളത്തിനകത്തേക്ക് ഈ പുളിച്ച രസങ്ങൾ തേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ചെസ്റ്റ് പെയിൻ ആയിരിക്കാം
മറ്റോ വേണം എന്നുള്ള കാര്യം ഡോക്ടർ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. ഇതിനെ വെയിറ്റ് എടുക്കുമ്പോഴാണ് ചോദിക്കുന്നത്. അതെ, വെയിറ്റ് എടുക്കുമ്പോൾ വയറിനുള്ള ആമാശയത്തിന് ചുറ്റുമുള്ള സമ്മർദ്ദം കൂടുകയും ഈ നീട്ടൽ അധികമാവുകയും ചെയ്യാറുണ്ട്. അപ്പൊ കുഴപ്പമില്ല. ഇല്ല. ഡോക്ടർ മനസ്സിലായില്ല. ഓക്കെ, മനസ്സിലായി.